ഞാൻ എന്നും വിചാരിക്കും ഓരോ ദിവസവും പൈത്തൺ കോഴ്സ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. ഇന്ന് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ ദിവസവും. അപ്പോൾ ഞാൻ ഇന്നലെ ഡെക്കറേറ്റേഴ്സ് പറഞ്ഞു. അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ പറഞ്ഞു ആസ് എൻ ആർഗ്യുമെൻറ്റ്. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് തന്നെ കുറച്ച് മനസ്സിലാവാൻ തന്നപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ കാണാതെ കോഡ് എഴുതാം എന്നുവെച്ചാൽ ഫ്രം ദി മൈൻഡ്, ബുക്കൊന്നും റെഫർ ചെയ്യാതെ ഇൻ്റർനെറ്റ് ഒന്നും റെഫർ ചെയ്യാതെ എങ്ങനെ കോഡ് എഴുതാം എന്നുള്ളത് നോക്കി. സോ ഐ ഫൗണ്ട് എ സൊല്യൂഷൻ വിത്ത് എ യൂസ് കേസ്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് ഹാക്സ് ഉണ്ട്. ആ ഹാക്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനുണ്ട്, അതിന് സർട്ടൻ കോഡ് ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രീ റിക്വസറ്റ്സ് ഉണ്ട്. ആ പ്രീ റിക്വസറ്റ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ മറ്റേ ഫംഗ്ഷൻ റൺ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. എന്നിട്ട് ആ പ്രീ ചെക്സ് കഴിഞ്ഞാൽ പറയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഫംഗ്ഷനാലിറ്റി റൺ ചെയ്യാം എന്ന് പറയുന്ന ഒരു യൂസ് കേസാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം. നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിൽ വെക്കുക. ഞാൻ ഡെക്കറേറ്റേഴ്സ് കുറച്ച് ടഫാക്കിയെന്ന് തോന്നുന്നു, പക്ഷേ ഇത്തവണ ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഇറ്റ്. ഡെക്കറേറ്റേഴ്സ് നമ്മൾ നിർത്തുകയാണ്. ഡെക്കറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈത്തണിലെ ഡെക്കറേറ്റർ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷനാണ്, ഒരു ഫംഗ്ഷനാണ്. എന്നുവെച്ചാൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡെഫ് വിത്ത് എ ഫംഗ്ഷൻ നെയിം ടേക്സ് അനദർ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ വിത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു FCC ഫീച്ചറാണ്. ഫസ്റ്റ് ക്ലാസ് സിറ്റിസണാണ്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് പാസ് ചെയ്യാം, അതിലും സംശയമില്ല. എന്നിട്ട് പറയുന്നു എന്താണ് ഡെക്കറേറ്റർ എന്ന് ആവണമെങ്കിൽ എന്താവണം? ഇറ്റ് മോഡിഫൈസ്, നമ്മൾ കൊടുത്ത ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം, വേറൊരു ഫംഗ്ഷനാലിറ്റി കൊണ്ട് ആഡ് ചെയ്യണം. അതായത് ഒറിജിനൽ കോഡിൽ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് ഈ ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനകത്ത് കയറ്റി ഒന്ന് പ്രോസസ്സ് ചെയ്ത് കറക്കി എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചു കൊടുക്കുക. എന്നാൽ ഒറിജിനൽ ഫംഗ്ഷൻ യൂസറിൻ്റെ ഫംഗ്ഷൻ ഒന്നും വരാനും പാടില്ല. പ്രോസസ്സ് ചെയ്യാൻ തരുമ്പം മാത്രമേ ആ ഫംഗ്ഷൻ മാറ്റി വരാൻ പാടുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? റിട്ടേൺ എ ന്യൂ എൻഹാൻസ്ഡ് ഫംഗ്ഷൻ. നിങ്ങൾ നേരത്തെ കൊടുത്ത ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കൊടുത്തില്ലേ, അതല്ല തിരിച്ചു തരുന്നത്, ഒരു പുതിയ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എനിക്ക് തിരിച്ചുതരിക. അതിനെയാണ് ഡെക്കറേറ്റർ എന്ന് വിളിക്കുക. സിമ്പിൾ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കാണിച്ചു തരാം. ഒരു ഫംഗ്ഷനുണ്ട്, ഡിഫാണ് കീവേഡ്, ഫംഗ്ഷൻ ഒരു പേരുണ്ട്. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു റിട്ടേൺ കീവേഡ്, ഇത് സ്ട്രക്ചറായി. ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഒരു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്തു. എന്നാൽ പ്രോസസ്സ് ചെയ്ത് തിരിച്ചു തരുന്നത് എന്താണ്? അനദർ ഫംഗ്ഷനാണ്. എന്നുവെച്ചാൽ മോഡിഫൈഡ് വേർഷൻ ഓഫ് ദി ഇൻപുട്ട് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കേസ്, ദ റിട്ടേൺ ഓഫ് ദി ഡെക്കറേറ്റർ ഈസ് എ റാപ്പർ റെഫറൻസ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എ ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. FCCയുടെ നാലാമത്തെ ഫീച്ചർ എന്താണ്? എ ഫംഗ്ഷൻ റിട്ടേണിങ് അനദർ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെയാണ് ഇന്നർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അതാണ് ഈ പറഞ്ഞ റാപ്പർ. റാപ്പർ എന്ന് വിളിക്കാൻ കാരണം അതിന് മറ്റുള്ള ഫീച്ചേഴ്സിനെ റാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമർക്ക് അത് മനസ്സിലാവത്തില്ല, എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്ന പ്രോസസ്സിങ് എന്ന് മനസ്സിലാവത്തില്ല. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് റാപ്പർ എന്നാണ് പൈത്തൺ ടേമിൽ വിളിക്കുന്നത്. അത് തന്നെ ഉപയോഗിച്ചാൽ മതി. റാപ്പർ എന്നങ്ങ് എഴുതിയാൽ മതി. വേറെ ഫംഗ്ഷൻ പേരൊന്നും നോക്കുക, ബുദ്ധിമുട്ടുണ്ട. എന്നാൽ അത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? ഡെക്കറേറ്റർ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ റെഫറൻസ് മാത്രമായിരിക്കും, അതിൻ്റെ എക്സിക്യൂഷൻ അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഫംഗ്ഷൻ റിട്ടേണിങ് അനദർ ഫംഗ്ഷൻ. അതും മറ്റൊരു FCC ഫീച്ചറാണ്. മൂന്നാമത്തെ കേസ്, മറ്റൊരു ഫംഗ്ഷൻ, അതായത് നമ്മളുടെ കയ്യിലൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, യൂസറിന് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് എ യൂസർ ലോജിക് ഫംഗ്ഷൻ വിച്ച് ഈസ് ഗീവൺ ആസ് എൻ ആർഗ്യുമെൻറ്റ് ടു ദി ഡെക്കറേറ്റർ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെക്കറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? It takes another function which is a user function, modifies or extends its behavior without changing its original code, return a new function. അപ്പോൾ എന്താണ്? യൂസറിൻ്റെ ഫംഗ്ഷൻ ഒരു യൂസർ ലോജിക് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഡെക്കറേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ മാറ്റം വരുത്തണം, എനിക്കൊരു കുറച്ച് മാറ്റം വരുത്തി തിരിച്ചു തരണം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് യൂസർ ഫംഗ്ഷൻ ബിക്കംസ് എ റാപ്പർ റെഫറൻസ്. എന്ന് വെച്ചാൽ എന്താണ്? ഡെക്കറേറ്റർ റിട്ടേൺ ചെയ്യുന്നത് റാപ്പറാണെങ്കിൽ കൊടുക്കുന്ന ഫംഗ്ഷൻ റാപ്പറായി മാറും. ഉദാഹരണം നോക്കാം. നമ്മൾ പറയുന്നു ഡെഫിനിഷൻ ഫംഗ്ഷൻ പറയുന്നു, അതിനെന്ത് പറയുന്നു? ഒരു ആർഗ്യുമെൻറ്റ് എന്താണ്? ഫംഗ്ഷനായിട്ട് പാസ് ചെയ്യുന്നു. ബിക്കോസ് ഡെക്കറേറ്റർ ടേക്സ് എ ഫംഗ്ഷൻ ആസ് ആർഗ്യുമെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നു റിട്ടേൺസ് എന്ത് ചെയ്യുന്നു? റിട്ടേൺ അനദർ ഫംഗ്ഷൻ. ഇത്തവണ ഞാൻ പറയുന്നു അത് റാപ്പറാണെന്ന്. ഇത്ര മാത്രം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് നാലാമത്തെ പോയിന്റ്, റാപ്പർ ഈസ് ഇൻ എ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ഡെക്കറേറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വിത്തിൻ എ ഫംഗ്ഷൻ, നെസ്റ്റഡ് ഫംഗ്ഷനായി, വിച്ച് ടേക്സ് ദി പാരാമീറ്റർ സെയിം ആസ് ദി യൂസർ ഫംഗ്ഷൻ. യൂസർ ഫംഗ്ഷൻ എന്തൊക്കെ പാരാമീറ്റർ എടുക്കുന്നുണ്ടോ അതെല്ലാം റാപ്പറിൽ കൊടുത്തിരിക്കുന്നത്, അത് മസ്റ്റാണ്, അതാണ് അതിൻ്റെ റൂൾ. നമ്മുടെ ഫംഗ്ഷൻ എന്തൊക്കെ എടുക്കുന്നുണ്ടോ അതെല്ലാം റാപ്പറിന് കൊടുത്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ റാപ്പർ ആ ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ പറ്റില്ല. വിച്ച് ഡസ് ദി കോർ ലോജിക് ഇൻസൈഡ് ദ ഡെക്കറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷനുണ്ട്, ഡിഫുണ്ട്, ഫംഗ്ഷൻ നെയിമുണ്ട്, അതിനെന്ത് ചെയ്തു ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്, അതിനെ കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, റിട്ടേൺസ് എന്ത് ചെയ്യുന്നു റാപ്പറാണെന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെ കുഴപ്പമില്ലല്ലോ, സ്ട്രക്ചർ നമ്മളിങ്ങനെ തന്നെ നടക്കുന്നത്. ഫംഗ്ഷൻ കൊടുത്താൽ അത് റാപ്പറായി മാറും, അതാണ് നമ്മുടെ റിട്ടേൺ. അപ്പോൾ എന്താ ഇത്, അപ്പോൾ പറയുന്നു അതിനകത്തൊരു നെസ്റ്റഡ് ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ്റെ പേരെന്താണ് റാപ്പർ എന്നാണ്, ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അതെന്ത് ചെയ്യുന്നു റിട്ടേൺസ് എന്ത് ഫംഗ്ഷന് തിരിച്ചു കൊടുക്കുന്നു. എന്തിന്, ആഫ്റ്റർ പ്രോസസ്സിങ്, ആഫ്റ്റർ ദി പ്രോസസ്സിങ് of the input function, modified version is returned. After processing of the input function, calls the original function. ഞാൻ കാണിച്ചാൽ എന്താണെന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞത് റാപ്പ് ചെയ്തു, മോഡിഫൈ ചെയ്തതിന് ശേഷം പറയുകയാണ് എന്നാ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ബാക്കി തിരിച്ചു കൊടുക്കുകയാണ് യൂസർ ഫംഗ്ഷന്. അപ്പോൾ പറയുന്നു ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലോജിക് ഇൻസൈഡ് ദ റാപ്പർ ഇറ്റ് കോൾസ് എ യൂസർ ഫംഗ്ഷൻ ടു ടേക്ക് കെയർ ഇറ്റ്സ് എക്സിക്യൂഷൻ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു യൂസർ ഫംഗ്ഷന് കുറച്ച് എക്സിക്യൂഷൻ ഉണ്ട്, അതായത് കോർ ഫംഗ്ഷനാലിറ്റി ഉണ്ട്, അത് നമ്മളുടെ പ്രീ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഡെക്കറേറ്ററിൽ കൊടുത്തു, ഡെക്കറേറ്ററിനകത്തുള്ള റാപ്പർ അതിനെ പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം പറയാണ് ആഫ്റ്റർ ദി പ്രീ പ്രോസസ്സിങ് ദി എക്സാക്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട്സ്. എന്ന് വെച്ചാൽ യൂസറിന് എന്താണോ ചെയ്യേണ്ടത് അതിന് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം പറയുന്നു ഇൻ കോൺട്രാസ്റ്റ് വി ഹാവ് 3 ഫംഗ്ഷൻസ് അല്ലേ. ഒന്ന് ഡെക്കറേറ്റർ ഫംഗ്ഷൻ ഉണ്ട്, ഡെക്കറേറ്റർ ഫംഗ്ഷനകത്ത് നെക്സ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതിനെ റാപ്പർ എന്ന് വിളിക്കുന്നു. റാപ്പർ എന്ത് ചെയ്യുന്നു മറ്റേതിനെ ഒറിജിനൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ഒറിജിനൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു അതിനകത്തുള്ള യൂസർ ലോജിക്ക് റൺ ചെയ്യുന്നു. To pass the function into the decorator as an argument, we use Python syntactic sugar @ just about the user function. എന്നുവെച്ചാൽ ഇത് പൈത്തൻ്റെ ഫീച്ചറാണ്. പൈത്തൺ വളരെ സിംപ്ലിഫൈ ചെയ്യാണ് ഈ പറഞ്ഞ ഡെക്കറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനെ. അതിനെന്ത് @ നമ്മുടെ ഫംഗ്ഷൻ എഴുതുന്നതിന് തൊട്ട് മുകളിലുണ്ട്, എന്നിട്ട് @ വിളിച്ച് അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വിളിക്കുന്നു. അതിൻ്റെ മീനിങ് എന്താണ്, ഫംഗ്ഷൻ്റെ പേര് ഈക്വൽസ് ഡെക്കറേറ്ററുടെ പേര്, ഡെക്കറേറ്ററിലെ ആർഗ്യുമെൻ്റായിട്ട് ആ ഫംഗ്ഷൻ അങ്ങ് പാസ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മീനിങ്. ഞാൻ അത് കാണിച്ചുതരാം അങ്ങനെയാണെന്ന്. ദിസ് റിട്ടേൺസ് റാപ്പർ ഒബ്ജക്റ്റ്. കാരണം എന്താണ്, നമ്മൾ റാപ്പറല്ലേ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോൾ തിരിച്ച് കിട്ടുന്നത് റാപ്പറിൻ്റെ റെഫറൻസ് ആണ്, നോട്ട് ദി എക്സിക്യൂഷൻ. ഓക്കെ, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. എന്താണ് എക്സിക്യൂഷൻ, എന്താണ് റെഫറൻസ്, എന്താണ് ഒബ്ജക്റ്റ്, അത് മനസ്സിലായില്ലെങ്കിൽ പോയി കേട്ടോ. ടു സീ ദി റിട്ടേൺ ഓഫ് ദി ഒബ്ജക്റ്റ് കാണണമെങ്കിൽ എന്താണ്, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റാണ്, ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ വി നീഡ് ടു എക്സിക്യൂട്ട് ഇറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യൂസ് കേസിലേക്ക് പോവാം. യൂസ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ വിത്ത് റിമൂവ് ബി ജി ആപ്ലിക്കേഷൻ. നമുക്കറിയാം റിമൂവ് ബി ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചോദിക്കും ഏത് ക്വാളിറ്റി വേണമെന്ന് ചോദിക്കും. ഫ്രീ ആയിട്ട് വേണം, അൺലോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് പിന്നെ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കണം, അത് വേറെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും പ്രോസസ്സിംഗ് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്താ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണം, എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ഈ പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ എനിക്ക് തരരുത്, യു ആർ നോട്ട് അലൗഡ്, യു ഹാവ് ടു പർച്ചേസ് എ ന്യൂ പ്ലാൻ. ഇത്രയും പ്രോസസ്സിങ് പുറകിൽ നടക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങളൊരു പ്രോഗ്രാമർ ആകുമ്പോഴാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കണം. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, ഒരു ഇമേജ് ഉണ്ട്, പക്ഷേ ഇമേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കാരണം എന്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ വി നീഡ് ടു റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് വിത്ത് റിമൂവ് ബി ജി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റിമൂവ് ബി ജിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു.
അതിനുശേഷം ഞാൻ ഈ കാണിച്ച പ്രോസസ്സിങ് നടക്കുന്നു. നമുക്കറിയത്തില്ല എന്താ അതിൻ്റെ പുറകെ നടക്കുന്നത്, പക്ഷേ അത് മെഷീൻ ലേണിംഗ് അൽഗോരിതം അവിടെ റൺ ചെയ്തിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എവിടേക്കാണ് നമ്മുടെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്പോട്ടുകൾ എവിടേക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനെ കൃത്യമായ രീതിയിൽ അത് എറേസ് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ എറേസിങ്ങിലൂടെ നടന്ന പ്രോസസ്സിങ് ചിലപ്പോൾ എൻഹാൻസ്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടാവും, അത് നമുക്കറിയത്തില്ല. സോ വൺസ് ഡൺ പ്രോസസ്സിങ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹിഡൻ ആണ് ഫീച്ചേഴ്സ്. വൺസ് ഡൺ പ്രോസസ്സിങ് റിമൂവ് BG കോൾസ് യു ആൻഡ് ആസ്ക് യു ടു കണ്ടിന്യൂ ദ പ്രോസസ് എന്ന് വെച്ച് പറയുന്നത്. പിന്നെ പറയാണ് റിമൂവ് G ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ, നിങ്ങൾക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, നമുക്കറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ പ്രോസസ്സ് ചെയ്ത് പുതിയൊരു ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ട്, ഡു ആസ് യു ലൈക്ക്. എന്നിട്ട് നമ്മൾ പറയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇമേജ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ വേർഷൻ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ആവശ്യമാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കുക, അതിന് കൃത്യമായൊരു ഇമേജ് വെക്കുക, അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക. അതൊക്കെ നമ്മളുടെ ലോജിക്ക്, അതിനെയാണ് യൂസർ ലോജിക്ക് എന്ന് വിളിച്ചത്. എന്നാൽ യൂസർ ലോജിക്ക് നടക്കണമെങ്കിൽ യൂസറിന് കിട്ടിയ ഇമേജിനെ പ്രോസസ്സ് ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള ഇമേജാക്കി മാറ്റിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അതിനാണ് നമ്മൾ പറഞ്ഞത് ഡെക്കറേറ്ററിൽ കൊടുക്കുന്നു, ഇതിന് നടുക്കൊരു റിമൂവ് BG എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരുന്നു, അത് പ്രോസസ്സ് ചെയ്തു, അത് തന്നു, അതിനുശേഷം പോകുന്നു. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡെക്കറേറ്റേഴ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ യൂസ് കേസ് ഒരു പ്രോഗ്രാമാറ്റിക് വേയിൽ കാണിക്കാൻ പോവാണ്. അപ്പം ഞാൻ പറയുന്നു റിമൂവ് BGയുടെ പ്രോസസ്സ് ബാക്ക് എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണെന്ന് ഞാൻ പറയുന്നു. ഡിഫറൻറ്റ് ഫംഗ്ഷൻ്റെ പേജ് ടു ഇമേജ് പ്രോസസ്സിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെക്കറേറ്റേഴ്സിലേക്ക് കൊടുക്കണമെങ്കിൽ എന്താണ്, കൊടുക്കുന്ന ഫംഗ്ഷനാലിറ്റിയുടെ എൻഹാൻസ്മെൻറ്റ് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷനെ പാസ് ചെയ്തു. അപ്പം ഡെക്കറേറ്റർ ആവണമെങ്കിൽ എന്താണ്, കൊടുത്ത ഫംഗ്ഷൻ ആവരുത് തിരിച്ച് കിട്ടുന്നത്, ഇറ്റ് ഷുഡ് ബി എ ഡിഫറെൻറ്റ് വൺ. കാരണം മോഡിഫൈഡ് ആണ്, റാപ്പറാണ് ഇപ്പോൾ തിരിച്ച് കിട്ടുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ നൗ ദ റാപ്പർ ബിക്കംസ് ഫംഗ്ഷൻ, അല്ല ഫംഗ്ഷൻ ബിക്കംസ് റാപ്പർ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കയറ്റി വിട്ടു, റാപ്പറിനെ തിരിച്ചെടുത്തു. ഇതിൻ്റെ ഇടയിലുള്ള പ്രോസസ്സ് നോക്കണ്ട, ഇതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഡിഫിനിഷൻ ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാവത്തല്ലേ ഉള്ളൂ, കോൾ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റാപ്പർ റെഫറൻസിലേക്ക് പോയി. റാപ്പർ റെഫറൻസ് എന്താ ചെയ്യുന്ന റാപ്പർ റെഫറൻസ്, ഇറ്റ് ടേക്സ് കെയർ ഓഫ് ഇമേജ് പ്രോസസ്സിങ്. അതിനകത്ത് പറയുന്നു ഞങ്ങൾ ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, റിമൂവ് ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയാണ് ഓക്കെ ലെറ്റ്സ് ഫംഗ്ഷൻ യൂസറിൻ്റെ പറയാണ് ഫംഗ്ഷൻ നിങ്ങൾ ടേക്ക് കെയർ ചെയ്തോളൂ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഓബ്ജക്റ്റിനെ കോൾ ചെയ്തില്ല, എക്സിക്യൂഷൻ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ വി ഹാവ് ടു കോൾ ഇറ്റ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഷുഗർ സിൻടാക്സ് പറഞ്ഞു, നമുക്ക് ഏതൊരു ഫംഗ്ഷനാലിറ്റി ആണോ എൻഹാൻസ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷനാലിറ്റിയെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷുഗർ സിൻടാക്സ്, അല്ല സിൻടാക്റ്റിക് ഷുഗർ എന്ന് പറഞ്ഞാൽ @. ഓക്കെ, ഇപ്പോൾ ഞാൻ വിളിക്കുന്ന @. എന്താണ് നമ്മളുടെ ഡെക്കറേറ്റർ, ഇമേജ് പ്രോസസ്സിംഗ് അല്ലേ ഡെക്കറേറ്റർ. അപ്പോൾ ഡെക്കറേറ്റർ വിളിക്കുന്നത് ഏതിലേക്കാണ് നമ്മളെ ഷുഗർ സിൻടാക്സ് കൊടുത്ത് എൻഹാൻസ് ചെയ്യിപ്പിക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇത്രേ ഉള്ളൂ സിൻടാക്സ്, ഇത് കാണാൻ പഠിച്ചാൽ മതി. എന്താണോ ഡെക്കറേറ്റർ പേര്, ആ പേര് മാത്രം കൊടുക്കുക, പാരാന്തസിസ് ഒന്നും വേണ്ട. അതിനുശേഷം പറയാം നമുക്ക് എന്താണോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പം ഞാൻ പറയാണ് എൻഹാൻസ് ഇമേജ് എന്ന് ഞാൻ പറയുകയാണ്, ഒരു ഫങ്ഷനാലിറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു റിട്ടേൺ എന്ത് കൊടുക്കുന്നു, പറയാണ് ദിസ് ഈസ് ആൻ എൻഹാൻസ്ഡ് ഇമേജ്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് ഇമേജ് ഉണ്ട്, പക്ഷേ ഇത്തവണ ഇമേജ് പാസ് ചെയ്തില്ല. അപ്പം നമുക്ക് എന്ത് ഇമേജ് കയ്യിലുണ്ട്. കാരണം ഞാൻ പിന്നെ പറഞ്ഞു ദ റാപ്പർ ഷുഡ് ടേക്ക് എന്തേത് ഹിയർ wrapper is the inner function inside a decorator which takes the parameters same as the user function. യൂസർ ഫംഗ്ഷൻ എന്തൊക്കെ പാരാമീറ്റർ ഉണ്ടോ അതെല്ലാം റാപ്പറിന് കൊടുത്തിരിക്കണം, അതാണ് എൻ്റെ ഫംഗ്ഷനാലിറ്റി. അപ്പം ഞാൻ പറയുന്നു നമ്മളുടെ ഇമേജ് എന്ന് പറഞ്ഞത് യൂസറിന് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യം, കാരണം ഇമേജ് ഇല്ലെങ്കിൽ എന്ത് എൻഹാൻസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇമേജ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതേപോലെ ഇമേജിനെ ഞാൻ എന്ത് ചെയ്തു റാപ്പറിലേക്ക് അസൈൻ ചെയ്യുന്നു. കാരണം അത് റൂളാണ്. നിങ്ങളുടെ ഫംഗ്ഷന് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതേ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം അകത്തേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് കവർ ചെയ്യാം അടുത്തേക്ക് പൊസിഷനിലേക്ക് വരുമ്പോഴൊക്കെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് പറയുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞ പോലെ ആ റൂൾ അങ്ങ് ഫോളോ ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്തു ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഇസ് മീൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ പേര് ഈക്വൽ ടു ഡെക്കറേറ്റർ ഓഫ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ
enhance underscore mean image is equal to image underscore processing. അതായത് നമ്മുടെ ഡെക്കറേറ്ററിനകത്തേക്ക് എൻഹാൻസ് അണ്ടർസ്കോർ ഇമേജ് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ക്ലിയറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു ഇവിടെ ഇമേജ് പ്രോസസ്സിങ് കൊടുത്തു, എൻഹാൻസ് ഇമേജ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് മാത്രം കൊടുത്തു. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രിൻറ്റ് എൻഹാൻസ് അണ്ടർസ്കോർ ഇമേജ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പോകുന്നത്, വി വിൽ ഗെറ്റ് എ ഓബ്ജക്റ്റ് ഇൻ മെമ്മറി. മെമ്മറിയിലൊരു ഓബ്ജക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ, നമ്മൾ അതിൻ്റെ ഒരു കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു യൂസ് ദി പാരാന്തസിസ്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നു, വി ഗോട്ട് ഇപ്പോൾ റിക്വയർഡ് ആർഗ്യുമെൻറ്റ് എന്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താണ് ഇമേജ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇമേജ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറയാണ് ഐ നീഡ് ടു ഗീവ് എ ബസ്സിൻ്റെ ഒരു ഇമേജാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ആ ഇമേജിനാണ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഞാൻ റൺ ചെയ്യുന്നു, പറയുന്നു പ്രോസസ്സിങ് ദ ബസ് ഇമേജ്. കാരണം എന്താണ്, ഇതിനകത്ത് നടക്കുന്ന ഫങ്ഷണാലിറ്റി എന്താണ്, കൊടുക്കുന്ന എന്താണോ ആർഗ്യുമെൻറ്റ് ആ ആർഗ്യുമെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ റിമൂവ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട്. അതിനുശേഷം പറയുന്നു നിങ്ങളുടെ ഫങ്ഷണാലിറ്റി ബാക്കി ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫങ്ഷണാലിറ്റി എന്താ പറയുന്നത്, ഓക്കെ ദിസ് ഈസ് എ എൻഹാൻസ്, നമ്മൾ കാണിക്കാൻ എൻഹാൻസ് ചെയ്ത ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ദി എൻഹാൻസ്ഡ് ഇമേജ്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇതങ്ങ് കമൻറ്റ് ചെയ്യാണ്. ബാക്കി നമുക്ക് ഇതെവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റീയൂസബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. എൻക്യാപ്സുലേഷനാണ് ഒരു ക്വാളിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷനകത്ത് നടക്കുന്ന കാര്യം അറിയേയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കോർ ഫങ്ഷണാലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യേണ്ട ഇമേജിനെ നിങ്ങൾ ആ ഡെക്കറേറ്ററിനെ വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഫങ്ഷണാലിറ്റിയിൽ മാറ്റം വരുന്നത്. നിങ്ങളുടെ ഫങ്ഷണാലിറ്റി മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണ്ട. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിൽ മാറ്റം വരുത്താതെ പ്രോസസ്സിങ് സമയത്ത് മാത്രം, അതായത് നിങ്ങളുടെ ഒരു എക്സൽ ഫയലുണ്ട്, ആ എക്സൽ ഫയൽ നിങ്ങളുടെ അതിനകത്ത് ഡാറ്റ ഒന്നും പോകാൻ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ഫയൽ കിട്ടുകയും വേണം. എന്നിങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഉള്ളൊരു എക്സൽ ഫയൽ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ എക്സൽ ഫയലിൽ പറയാണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമോട് ചേർത്തൊരു ഫസ്റ്റ് ലാസ്റ്റ് നെയിം ഒരു നെയിം സർനെയിം എന്നുള്ള ഒറ്റ കോളമാക്കണം. അതേപോലെ കോണ്ടാക്ട് നമ്പറിലെ കൺട്രിയെ പാഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്പേഴ്സിനെ 5 ഡിജിറ്റായിട്ട് മുറിക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് 5 ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റായിട്ട് 2 കോളം ഉണ്ടാക്കണം. അതേപോലെ ഇമെയിൽ അഡ്രസ്സിനകത്ത് @ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, എല്ലാത്തിൻ്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു എൻ്റെ എക്സിസ്റ്റിംഗ് ഡാറ്റ ഒരിക്കലും പോകാൻ പാടില്ല, നിങ്ങൾ ഇനി ചെയ്യുവാണെങ്കിൽ മറ്റൊരു ഫയലായിട്ട് തിരിച്ചെന്നാൽ മതി. അപ്പോൾ പറയും റിമൂവ് BG _ ഡൗൺലോഡ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്പെഷ്യൽ, നമ്മൾ കൊടുത്ത ഫയൽ നെയിം ആയിരിക്കത്തില്ല, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ടും ഉണ്ടോ, #_remove BG preview. നിങ്ങൾക്ക് പുതിയ ഫയലാണ് കിട്ടിയത്. അതായത് നിങ്ങളൊരു ഫയലിനെ കയറ്റി വിട്ടു, പ്രോസസ്സ് ചെയ്തു, തിരിച്ചിറങ്ങിയത് വേറെ ഫയലായിട്ട്. അതിനെയാണ് നമ്മൾ പറഞ്ഞ ഡെക്കറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ, ഇവിടെ നമ്മൾ ഡെക്കറേഷൻ നടന്നു. അപ്പോൾ ഇത് റിമൂവ് BG നമുക്ക് ആർക്കും കൊടുക്കാം. ഏത് ഇമേജ് JPG കൊടുക്കാം, PNG കൊടുക്കാം, എന്ത് തരം ഡേറ്റ കൊടുത്താലും ആ ഇമേജിനെ പ്രോസസ്സ് ചെയ്യും. അത് ഞാൻ കൊടുത്താലും കിട്ടും, നിങ്ങൾ കൊടുത്താലും കിട്ടും. എന്ന് വെച്ചാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഫുള്ളി റീഫാക്ടർ ആണ്, പാരാമീറ്ററൈസ്ഡ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഒന്നാമത്തെ ഞാൻ പറയുന്നു, എനിക്ക് വേറൊരാൾ പറയുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പറയുകയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ, അപ്പം ലാസ്റ്റ് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഇമേജ് കൊടുത്തു, ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. അതിനുശേഷം പറയുന്നത് ഓക്കെ ഞാൻ പോസ്റ്റർ ഉണ്ടാക്കുകയാണ്, ഓക്കെ ദിസ് ഈസ് ദ പോസ്റ്റർ വിത്ത് റിമൂവ് BG ഇമേജ്. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എനിക്ക് പവർ പോയിൻ്റ് ഉണ്ടാക്കണം. അപ്പോൾ പറയണം അങ്ങനെ എന്നിട്ട് ഇതിന് കൊടുത്തു. അങ്ങനെ എന്നിട്ട് പവർ പോയിൻ്റ് ഉണ്ടാക്കുന്ന നേരത്ത് പുതിയൊരു ഇമേജ് കിട്ടി, നിങ്ങൾക്ക് പവർ പോയിൻറ്റിൻ്റെ ഓപ്ഷൻ കിട്ടി. പിന്നെ ഒരാൾ വന്ന് പറയുന്നത് എനിക്ക് വെബ് ഡിസൈനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വെബ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ ഫങ്ഷണാലിറ്റിയെ കാണണമെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എടുക്കാം, വെബ് ഡിസൈൻ ഈസ് ഈക്വൽ ടു ഡെക്കറേറ്റർ പേരെന്താണ്, ഇമേജ് പ്രോസസ്സിങ് ഓഫ്, നമ്മുടെ ഫംഗ്ഷൻ പേരെന്താണ്, വെബ് ഡിസൈൻ. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇതിനകത്ത് നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ വി നീഡ് ടു കോൾ ദി ഒബ്ജക്റ്റ്, വി നീഡ് ടു കോൾ ദ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ പറയുന്നു ഇതിനേക്ക് നല്ല ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ ഇട്ടാണ് കേട്ടോ, കാരണം ഇൻ്റർപൊളേഷനാണ്, സ്ട്രിങ് ഇൻ്റർപൊളേഷനാണ്. അവസാനം അതിൻ്റെ എൻഡിൽ വന്നിട്ട് ഞാൻ പറയുന്ന ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അവസാനം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ലൈനും കൂടെ നിട്ടേക്കെന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, സ്ലാഷ് എന്താ വിളിക്കാൻ,
മീനിങ് എന്തോ സ്പെഷ്യൽ ഇഫക്ട്സ് ആണത്. /n കൊടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂ ലൈൻ ഇടും. അപ്പോൾ എന്ത് ചെയ്തു, എൻഹാൻസ് ഇമേജ് ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്യണം, നമ്മൾ നേരത്തെ കളഞ്ഞത്. ഡിസൈൻ ഇവിടെ സ്പെല്ലിങ് ഇട്ടിട്ടുണ്ട്. വെബ് ഡിസൈൻ. ഓക്കെ, ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് വൺ ആർഗ്യുമെൻറ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യേണ്ടത് ഞാൻ കൊടുക്കുന്നു. എന്താണ് വേണ്ടത്, വെബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു ഐ നീഡ് എ ബിസിനസ് ഇമേജ്, എ കോഫിയുടെ ഇമേജ് കൊടുത്തിട്ടാണ് ഞാൻ വെബ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ പറയാണ് ഓക്കെ, ഹിയർ ഈസ് എ പോസ്റ്റ് വിത്ത് റിമൂവ് PG കോഫി ഇമേജ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത പ്രോസസ്സിങ് ദ കോഫി ഇമേജ്, റിമൂവിങ് ദ കോഫി ഇമേജ്. ഞാൻ 2 പ്രാവശ്യം അത് കോൾ ചെയ്തെന്ന് തോന്നുന്നു ഇവിടെ. കാരണം ഞാൻ 2 പ്രാവശ്യം എവിടെയോ കോൾ ചെയ്തിട്ടുണ്ട്. സോറി, ഇവിടെ രണ്ടാമത് വിളിച്ചില്ലേ, രണ്ടാമത് വിളിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഓൾറെഡി അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത് എന്നുള്ളത്. ഓൾറെഡി മീനിങ് ഇവിടെ കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം കിട്ടും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഇതിങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ എഴുതുന്നേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറയാണ് പ്രോസസ്സിങ് കോഫി ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫങ്ഷണാലിറ്റി തിരിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തു, വി ഗോട്ട് ദി റെസ്പോൺസ് ബാക്ക് ആൻഡ് നൗ വി ആർ സേയിങ് നമ്മളുടെ ഇതാണ് ഇമേജ്. അപ്പോൾ നമുക്ക് വേറൊരു യൂസ് കേസ് നോക്കാം, റിയൽ യൂസ് കേസ് നോക്കാം. ഒരു എന്നത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിതിനെ കോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് റിമൂവ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു യൂസർ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം നടത്തുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നടത്തുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് 3 യൂസേഴ്സ് ഉണ്ട്. ആ 3 യൂസേഴ്സിൻ്റെ ലോഗിൻ റെക്കോർഡ്, അതായത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ എന്ത് ചെയ്യണം, വെൽക്കം ചെയ്യലാണ് ഉദ്ദേശം. എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയണം ഹായ് യൂസർ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോൾ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ യൂസറിൻ്റെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. നിങ്ങൾ ഒരാൾ വാതിക്ക് മുട്ടും പറയും നിങ്ങൾ ലോഗിൻ ചെയ്തു ചോദിക്കും. ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൈ എഴുതിട്ട് വരാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്തു, ലോഗിൻ ചെയ്തിട്ട് വരാൻ പറയും. അപ്പം ഞാൻ എന്ത് ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഡെക്കറേറ്റർ ഉണ്ട്. കാരണം എന്താണ്, ഡെക്കറേറ്റർ ടേക്സ് എൻ ഫംഗ്ഷൻ ആസ് ആർഗ്യുമെൻറ്റ്, റിട്ടേൺസ് അനദർ ഫംഗ്ഷൻ, എ മോഡിഫൈഡ് ഫംഗ്ഷൻ. അപ്പോൾ ഡെക്കറേറ്ററായി. ആ ഡെക്കറേറ്ററിനുള്ളിൽ എന്താണുള്ളത്, എ റാപ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്, വിച്ച് ഇസ് എ കോർ ഫംഗ്ഷനാലിറ്റി ഓഫ് ദി ഡെക്കറേറ്റർ. അതെന്ത് ചെയ്യുന്നു, യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് ടേക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫംഗ്ഷനാലിറ്റി ആ യൂസർ നെയിം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് അതിനുള്ളിൽ കണ്ടീഷൻ ഇതാണ്, ഇഫ് യൂസർ നെയിം നോട്ട് ഇൻ യൂസേഴ്സ്. അതായത് ഇത് മെമ്പർഷിപ്പ് ഓപ്പറേഷനാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വരാവുള്ളൂ കേട്ടോ. ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഡേറ്റ ടൈപ്സ്, പിന്നെന്തൊക്കെയായിരുന്നു, ഫങ്ഷൻസ്, മെമ്പർഷിപ്പ് ഓപ്പറേഷൻസ് എല്ലാം, ഇക്വാലിറ്റി, കണ്ടീഷൻ, കമ്പാരിസൺ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈത്തൺ പ്രോഗ്രാമിംഗ് ഈസ് ഓൾ അബൌട്ട് ഡേറ്റ പ്രോസസ്സിങ്. നിങ്ങൾ വിചാരിക്കരുത് കോഡിംഗ് ആണെന്ന് വിചാരിക്കരുത്. അത് കോഡിംഗ് ഒന്നുമല്ല. കോഡിംഗ് വളരെ 1-2 ലൈൻ തീർക്കാവുന്നേ ഉള്ളൂ. ലോജിക് മാറ്റേഴ്സ്, ലോജിക് എഴുതണമെങ്കിൽ നിങ്ങൾ ഡേറ്റയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ യൂസർ നെയിം നോട്ട് ഇൻ യൂസേഴ്സിനകത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇയാളെ ഡിനൈ ചെയ്യണം, ആക്സസ് ഡിനൈഡ് ഫോർ ദി യൂസർ. അതല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. അതല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റിക്ക് തിരിച്ചു കൊടുക്കുക. എന്താണ് ഫംഗ്ഷൻ, നമ്മളിവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഒരു വേരിയബിളാണെന്ന് അറിയാമല്ലോ. ഫംഗ്ഷൻ വേരിയബിളാണ്. ആ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഗ്രീറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ കയറ്റിവിടുന്നു. കാരണം ഫംഗ്ഷൻ റീപ്ലേസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്തു, അത് നൗ റിട്ടേൺസ് റാപ്പ്. ഇപ്പോൾ അത് റാപ്പർ ഫംഗ്ഷനായി. അപ്പോൾ റാപ്പറിൻ്റെ റെഫറൻസ് മാത്രമായി. അപ്പോൾ എന്ത് ചെയ്തു, നൗ റാപ്പർ ഫംഗ്ഷൻ എക്സിക്യൂട്ട്സ് വെൻ യു കോൾ ഇറ്റ്. അത് കോൾ ചെയ്യുമ്പോൾ മാത്രമാണ്, റെഫർ ചെയ്യുമ്പോൾ അല്ല. അപ്പോൾ കോൾ ചെയ്യുന്നു. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് നോക്കുന്നത്, യൂസർ നെയിം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിം ഇതിനകത്തുണ്ടോ ഇല്ലെന്ന് നോക്കണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഷുഗർ സിൻറ്റാക്സിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ് അണ്ടർസ്കോർ. സിൻറ്റാക്റ്റിക് ഷുഗറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗ്രീറ്റ് അണ്ടർസ്കോർ യൂസ് ഈക്വൽ ടു ഡെക്കറേറ്റർ എന്താണ്, ലോഗിൻ അണ്ടർസ്കോർ റിക്വയർഡ് ആണ്. അതിലേക്ക് എന്ത് പറയുന്നു, ഗ്രീറ്റ് അണ്ടർസ്കോർ യൂസറിനെ പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എക്സിക്യൂഷൻ നടന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഗ്രീറ്റ് യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിനെ
കോൾ ചെയ്താൽ മതി. കാരണം എന്താണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ഗ്രീറ്റ് അണ്ടർസ്കോർ യൂസർ, ഇതിൻ്റെ വാല്യൂ എന്താണ് പറയൂ? wrapper എന്താണ്? ഒരു ഫംഗ്ഷൻ റെഫറൻസ് ആണ്. സോ വി വിൽ ഗെറ്റ് എൻ ഓബ്ജക്റ്റ് ഇൻ മെമ്മറി. ഓക്കെ, അത് കിട്ടി. നമുക്ക് അതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ വി നീഡ് ടു ഡു ദി പാരാന്തസിസ്. വി ഗോ അപ്പോൾ റിക്വയർമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷനാലിറ്റി എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ റിക്വയർമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് അപ്പോൾ ഞാൻ പറയാണ് അബു ഹാരിസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ പറയുകയാണ് അബു ഹാരിസ് ഉണ്ടോ എന്ന് നോക്കുന്നു. സോ ആക്സസ് ഡിനൈഡ്. ബിക്കോസ് എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റിനകത്ത് അബു ഹാരിസ് ഇല്ല, അതുകൊണ്ട് ആക്സസ് ഡിനൈ ചെയ്തു. അപ്പോൾ ഞാൻ പറയുകയാണ് ഇനി അടുത്ത ആലിസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ആലിസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തു, വെൽക്കം ആലിസ് എന്നുള്ളത് ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഫംഗ്ഷനാലിറ്റിയാണ്. അല്ലാതെ ഇപ്പം നമ്മൾ പറയുന്നത് ഇത് സെക്യൂരിറ്റി ടീമും ഇത് നമ്മളുടെ അഡ്മിനിസ്ട്രേഷനും. അപ്പോൾ പറയാം അഡ്മിനിസ്ട്രേഷനിലേക്ക് ആൾ വരുമ്പോൾ പറയാണ് നിങ്ങൾ ഓതൻറ്റിക്കേറ്റ്, നിങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണോ വന്നത്. ഇപ്പം എയർപോർട്ടിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എയർപോർട്ടിൻ്റെ പാസ്പോർട്ട് കൗണ്ടറിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ. അതിന് മുമ്പ് നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിൽ കഴിയണം. നിങ്ങളുടെ വെള്ളം ഉണ്ടോ നോക്കണം, ലിക്വിഡ്സ്, എന്തെങ്കിലും ഹാമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടോ നോക്കണം. അവിടെ ചെക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചാടി കയറി പോയെന്ന് വെച്ചല്ലോ, അപ്പുറത്ത് ചാടി കയറി പാസ്പോർട്ട് സെൻറ്ററിൽ ചെന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഇതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞില്ലേ, പോയിട്ട് വരാൻ പറയും. എന്നിട്ട് ഞങ്ങൾ പാസ്പോർട്ട് വാങ്ങിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നേരെ അവർ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകുന്നു. സെക്യൂരിറ്റി ചെക്കിൽ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അവർ പറയാണ് ഓക്കെ നൗ യു ക്യാൻ ഗോ ടു ദി പാസ്പോർട്ട് കൺട്രോൾ. ഇനി എന്ത് പാസ്പോർട്ട് കൺട്രോളിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓക്കെ നൗ യു ക്യാൻ ഫ്ലൈ എന്ന് പറയും. ഇതാണ് ആ ഫംഗ്ഷനാലിറ്റി. ഓക്കെ, എന്ത് പറയാമെന്ന് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഒരു യൂസ് കേസ് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ യൂസ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. ആലിസ്, ബോബ് ആൻഡ് ചാർലി എന്ന് പറഞ്ഞിട്ട് ഡേറ്റ ലിസ്റ്റ് ഉണ്ട്. അതിനുശേഷം അഡ്മിൻസിന് വേറെ ലിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അഡ്മിൻസ് വേറെയും സാധാരണ യൂസേഴ്സ് വേറെയാണ്. എന്ന് വെച്ചാൽ അഡ്മിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് പറയുകയാണ് നമ്മളുടെ ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരാൾക്ക് ചെയ്യണം. ഇപ്പം പറയുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഡിലീറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, ആ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പറയുന്നത് ആരാണ് വിളിക്കുന്നത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആര് വിളിക്കുന്നു, ആരെയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇത് 2 കോളുണ്ട്. അപ്പോൾ അത് നിർബന്ധമാണല്ലോ, ആരാണ് വിളിക്കുന്നതെന്നുള്ളത് അറിയണം, നിർബന്ധമാണ്. ചിലപ്പോൾ അത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി കിട്ടും. എന്നാൽ ടാർഗറ്റ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ യൂസേഴ്സ് ആണെങ്കിൽ അവരെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ പറയുന്നു നമ്മുടെ ഫംഗ്ഷനാലിറ്റി എന്താണ്, ഡിലീറ്റ് യൂസർ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ആ പറഞ്ഞ സാധനം ഡിലീറ്റ് ചെയ്യണം. അതാണ് ഡിലീറ്റ് യൂസറിൻ്റെ ഫംഗ്ഷനാലിറ്റി. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുകയാണ് അത് അഡ്മിൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആൾ അഡ്മിൻ ആണോ അല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ അഡ്മിൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേറ്റർ ഉണ്ട്. ഡെക്കറേറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്, അത് ടേക്സ് എ ഫംഗ്ഷൻ റിട്ടേൺസ് എ അനദർ ഫംഗ്ഷൻ, എ മോഡിഫൈഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റാപ്പറിലേക്ക് പോകുന്നു, റാപ്പർ റെഫറൻസ് ചെയ്യുന്നു. റെഫറൻസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് റെഫർ ചെയ്യുന്നത് കേട്ടോ. ഈ കോൾ വരുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ എക്സിക്യൂഷൻ നടക്കുന്നത്, മറ്റേത് റെഫറൻസ് മാത്രമാണ്. അപ്പോൾ എന്ത് റാപ്പറിലേക്ക് ചെല്ലുന്നു. റാപ്പറിൽ എന്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ബിക്കോസ് ദി യൂസർ റിക്വയർസ് 2 ആർഗ്യുമെൻറ്റ്സ്. ഒരാൾ വിളിക്കുന്ന ആൾ, മറ്റേ ആൾ ആരെയാണോ ഡിലീറ്റ് ചെയ്യേണ്ട അവരും. അപ്പോൾ നമ്മൾക്ക് ചെക്ക് ചെയ്യാണ് ഓക്കെ കോളർ ഈ നോട്ട് ഇൻ അഡ്മിൻ, എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഓപ്പറേഷനാണ്. അഡ്മിൻസിനകത്ത് ഈ പറഞ്ഞ കോളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. യു ആർ നോട്ട് ഓതറൈസ്ഡ് ടു ഡിലീറ്റ് യൂസർ. നിങ്ങൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അതുപോലെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആൾ യൂസേഴ്സിലില്ലെങ്കിലും എന്താ പറയുന്നത്, ഇങ്ങനൊരാളില്ലെന്ന് പറയണം. കാരണം ഇങ്ങനൊരാളില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് യൂസറില്ലെങ്കിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? യൂസർ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും ഇല്ല, ഇതൊന്നും നടന്നില്ല, ഇതൊന്നും എക്സിക്യൂഷൻ. അപ്പോൾ ഇത് ഫോൾസ് ആണ്, ഇതും ഫോൾസ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 87ാമത്തെ ലൈനിൽ യൂസേഴ്സ് ഡോട്ട് റിമൂവ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡ് ഓപ്പറേഷൻ ഇൻസൈഡ് ദ ലിസ്റ്റിനകത്ത് ക്രെഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസർ ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി നമ്മൾ പഠിച്ചു, പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി പഠിച്ചു. അങ്ങനെ കുറേ ഫംഗ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, അതിൻ്റെ മെത്തേഡ്സ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്തു, യൂസേഴ്സ് ഡോട്ട് റിമൂവ്, യൂസറിനെ റിമൂവ് ചെയ്യണം. എന്ത് പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അയാളെ റിമൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബോബിനെ ആണെങ്കിൽ ബോബിനെ റിമൂവ് ചെയ്യാം. എന്നിട്ട് പറയുകയാണ് ഓക്കെ സക്സസ്ഫുള്ളി ഡിലീറ്റഡ് ദി യൂസർ. അപ്പം പറയാണ് ദിസ് ടാർഗറ്റ് ഹാസ് ബീൻ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി ബൈ ദി അഡ്മിൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങേർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ പറയാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് വിത്ത് എ പാരാന്തസിസ് വിത്ത് ആൻ ആർഗ്യുമെൻറ്റ്. അതിനുശേഷം നമുക്ക് നോക്കാം, റണ്ണിന്ന് നോക്കാം. അപ്പം പറയാണ് ബോബ് ഹാസ് ബീൻ ഡിലീറ്റഡ് ബൈ ദി അഡ്മിൻ കോളർ. എന്ന് വെച്ചാൽ ആലിസാണ് അഡ്മിൻ.
അപ്പോൾ ആലീസ് എന്ത് ചെയ്തു, ഫസ്റ്റിൽ തന്നെ ആലീസ് ഉണ്ട്. അപ്പോൾ ആലീസിൻ്റെ ചെക്ക് ചെയ്യാണ്. ആലീസ് കോളർ ആണെങ്കിൽ അഡ്മിനകത്തില്ല എന്ന് പറയാണ്. അത് ഫോൾസ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഫോൾസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യത്തില്ല. അതിനുശേഷം പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ബാക്കി ചെക്ക് നടത്തേണ്ട ആവശ്യം. അപ്പോൾ ആലീസ് അഡ്മിൻ ആണ്, അല്ലെന്ന് പറഞ്ഞാൽ ആണെന്നല്ലേ, ഇല്ല എന്ന് പറഞ്ഞാൽ ആണെന്നാണ്. അപ്പോൾ പറയാൻ ടാർഗറ്റ് ആരാണ്? ബോബാണ്. ബോബിനകത്തുണ്ടോ? ഉണ്ട്. അത് ട്രൂ ആണ്. അല്ല, ട്രൂ, ഇതും ഫോൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, റിമൂവൽ ഓപ്പറേഷൻ നടക്കുന്നു, റിട്ടേൺഡ് എ വാല്യൂ ബാക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാലിറ്റി റിട്ടേൺ ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഇനി യൂസറിനെ ഡിലീറ്റ് ചെയ്തോളാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ എവിടെ നടന്നത്? റാപ്പറിൻ്റെ ഉള്ളിലാണ്. പ്രോസസ്സ് ചെയ്ത് അവിടെയാണ്. നമുക്കൊന്നും ചെയ്യേണ്ട, നമുക്ക് പറഞ്ഞാൽ മതി. നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഫംഗ്ഷനാലിറ്റിക്ക് തിരിച്ചു തരുന്നില്ല ഒന്നും. അപ്പോൾ ജസ്റ്റ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രിങ് തിരിച്ചു കൊടുക്കണ്ടേ. കാരണം ഡിലീറ്റ് യൂസർ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കണം എന്നുള്ളതിൻ്റെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതർവൈസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താണ്, നൺ ഡേറ്റ ടൈപ്പ്, ഒന്നും നടന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താ, ബോബിനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആൾ ബോബും ചാർലിയാണ് അതിനകത്തുള്ളത്. ചാർലി ഉണ്ട്, പക്ഷേ ബോബ് അഡ്മിൻ അല്ല എന്ന് പറയുമ്പോൾ ഇത് നോട്ട് ഓതറൈസ് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ റിട്ടേൺ ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇവിടെ നടന്നത്. ബാക്കി എക്സിക്യൂഷൻ എല്ലാം സ്കിപ്പ് ചെയ്യും. ബിക്കോസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയാണ്. സോ ഇറ്റ് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. ഇനി മറ്റൊരു യൂസ് കേസ് നോക്കാം നമുക്ക്. ഇവിടെ നിന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. സേറ, മൈക്ക് ആൻഡ് എമ്മ 3 പേര് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, നമ്മളുടെ ഫംഗ്ഷനാലിറ്റി എന്താണ്, അവരെ ഡാഷ്ബോർഡ് കാണിക്കലാണ് നമ്മളുടെ ഉദ്ദേശം. ഏത് യൂസർ വന്നാലും അവർക്ക് പറയുക, ഓക്കെ നിങ്ങളുടെ ഡാഷ്ബോർഡാണിത്, നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഓക്കെ ഡാഷ്ബോർഡ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്തിട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിൻടാക്റ്റിക് ഷുഗർ കൊടുത്തു, ഡെക്കറേറ്റ് ചെയ്തു, ഫംഗ്ഷനെ പാസ് ചെയ്തു, റാപ്പർ റിട്ടേൺ ചെയ്തു. ഡെക്കറേറ്ററാണ്, ഇതൊരു റെഫറൻസ് ആണ്. അതിനുള്ളിൽ എന്താണ്, ആ യൂസറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് അങ്ങനെ തന്നെ എടുത്തു. കാരണം ബിക്കോസ് എന്താണ്, യൂസർ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് എന്താണോ അത് റാപ്പറിൽ കൊടുത്തിരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതിനകത്ത് ലോഗ്ഡ് ഇൻ യൂസേഴ്സിനകത്ത് ഈ പറഞ്ഞ യൂസർ ഇല്ലെങ്കിൽ ആക്സസ് ഡിനൈഡ്, അല്ലെങ്കിൽ പറയുന്നു നിങ്ങൾ ഫംഗ്ഷൻ യൂസർ വിളിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ വ്യൂ ഡാഷ്ബോർഡ്. കാരണം എന്താണ്, ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു വ്യൂ ഡാഷ്ബോർഡ് അല്ലേ ഇപ്പോൾ, കാരണം റീപ്ലേസ് ചെയ്തില്ലേ. അതിനുശേഷം പറയുന്നത് ഫംഗ്ഷൻ യൂസർ എന്താണ്, വെൽക്കം ടു ദി യൂസർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണം വെൽക്കം ടു യുവർ ഡാഷ്ബോർഡ്. ആരാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കേൾക്കുന്നത്, സാറയാണ്. സാറ ഉണ്ടെങ്കിൽ എന്തെയ്യുന്നു, സാറയാണെങ്കിൽ നമ്മൾ പറയുന്നു ഓക്കെ നിങ്ങൾ വെൽക്കം ടു ഡാഷ്ബോർഡ്. ജോൺ ആണെങ്കിൽ പറയുന്നു ആക്സസ് ഡിനൈഡ്, പ്ലീസ് ലോഗിൻ. അപ്പോൾ ആക്സസ് ഡിനൈഡ് ഫോർ ജോൺ, സേറ ഹാസ് ബീൻ ലോഗ്ഡ് ഇൻ സക്സസ്ഫുള്ളി. ഇങ്ങനെ കുറേ യൂസ് കേസ് ഉണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഒരു ഏജ് റെസ്ട്രിക്ഷൻ ചെയ്യാം. ഇതോടെ നമ്മൾ നിർത്താം. കാരണം നിങ്ങൾക്ക് കുറേ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇത് കോപ്പി പേസ്റ്റ് മനസ്സിലാണ്, നിങ്ങൾ കാണാതെ എഴുതണം. അതാണ് എനിക്ക് വേണ്ടത്. ആ കാണാതിൻ്റെ സിൻറ്റാക്സ് നമുക്ക് നിർത്തിയിട്ട് ഈ പറഞ്ഞ സാധനം നമുക്ക് നിർത്താം. അരമണിക്കൂറായി. അതിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് വാച്ച് മൂവി, സിനിമ കാണണം അറ്റ് എ സർട്ടൻ ഏജ്. ഒരു പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ സിനിമ കാണാൻ, അങ്ങനെ ഒരു സിനിമയാണ്. ഏജിൻ്റെ ബേസിലുള്ള കാറ്റഗറി വെച്ചുള്ള സിനിമയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം നിങ്ങൾ വയസ്സ് അവിടെ പോയി കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്ത് നിങ്ങളുടെ ID കാണിച്ചിട്ട് വരാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ടറിലേക്ക് ചെല്ലുന്നു, നമ്മൾ സിനിമ കാണാനെന്ന് പറയുന്നു. അപ്പോൾ സിനിമ കാണാനെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അപ്പം ഏജ് ചോദിക്കുന്നു, നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നു. വയസ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, അപ്പോൾ ചെക്ക് ചെയ്യും വയസ്സ് 18 അപ്പം ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം പറയുന്നു 18 താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, അല്ലെങ്കിൽ എന്താണ്, എന്നേ പോയി കണ്ടോളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മാത്രം ഒന്ന് എഴുതാം, കാരണം എപ്പോഴും നമ്മളിങ്ങനെ കോൾ ചെയ്യുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ ഞാനിത് പ്രിൻറ്റ് ചെയ്യുന്നു. കാരണം നമ്മളെന്താണ്, റാപ്പർ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്, ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ റാപ്പർ ഫംഗ്ഷൻ, നമ്മൾക്ക് വാച്ച് മൂവിയാണ് ഇപ്പോൾ റാപ്പർ, കാരണം നമ്മുടെ ഫംഗ്ഷൻ മാറിയിട്ടുണ്ട്. വാച്ച് അണ്ടർസ്കോർ മൂവി. അപ്പോൾ ഇങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും കിട്ടുക, ഒബ്ജക്റ്റ് ഇൻ മെമ്മറി. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം, അതിൻ്റെ ആർഗ്യുമെൻറ്റ് മിസ്സിംഗ് ആണ്. സോ ഇറ്റ് റിക്വയർസ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്. എന്താണ് ഏജ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് വേണം. നമ്മൾ പറയുന്നു 12 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12 ലെസ് ദാൻ 18 ആണ്. സോ യു ആർ നോട്ട് ഓൾഡ് ഇനഫ് ടു വാച്ച് ദിസ് മൂവി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 18 വയസ്സാണെങ്കിൽ യു ആർ എൻജോയ് ദ മൂവി. സോ നിങ്ങൾക്ക് സിനിമ കാണാം. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ വെബ്സൈറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഞാൻ പറഞ്ഞ എല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെയും മറ്റ് പല ആപ്ലിക്കേഷൻസിൻ്റെയും ബിഹൈൻഡ് ദ സീനാണ്.
അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക. കാരണം നിങ്ങളാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പറെങ്കിൽ നിങ്ങളാണ് ആ ലോജിക്ക് എഴുതേണ്ടവർ. ആ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എടുക്കണം, ഏതൊക്കെ ഡേറ്റ ടൈപ്പ് എടുക്കണം, എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ മോഡിഫൈ ചെയ്യണം, എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇതാണ് പഠിക്കേണ്ടത്. അപ്പം ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഇതിപ്പോൾ ഞാൻ ടഫായിട്ട് കണ്ടുകൊണ്ടിരുന്ന സാധനം, പക്ഷേ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ച ഒരാളാണ് ഞാൻ. ഐ എം വെരി ഗ്ലാഡ്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം, ഇൻസ്റ്റാഗ്രാം എനിക്ക് അറിയുന്ന ഐഡിയകൾ ഞാൻ ഹാക്കാക്കും. എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്നിപ്പറ്റുണ്ട്, ആ സ്നിപ്പറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാക്കാക്കും, ഒരു കെറോസലാക്കാൻ പോവാണ്. കാരണം വെച്ചാൽ ആ സ്നിപ്പറ്റ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിൻ്റെ താഴെ. എനിക്ക് മനസ്സിലായ വേർഷനാണ്, ഞാൻ അങ്ങനെ സിംപ്ലിഫൈഡ് വേർഷൻ ഞാൻ എത്രയോ പ്രാവശ്യം ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ ഒരു വേർഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തോടുകൂടി റാപ്പർ വൈൻഡപ്പ് ചെയ്യാണ്. റാപ്പറിൻ്റെ ഇതിൻ്റെ യൂസ് കേസ് വരുന്നത് നമ്മളുടെ ഫ്ലാസ്ക് API-ലാണ്. ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ബിക്കോസ് ഇതിൽ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിനി ഫങ്ഷൻസിൻ്റെ പൊസിഷണൽ പാരാമീറ്റേഴ്സ്, ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ്, അതേപോലെ നമുക്ക് അനറ്റേഷൻസ്, പിന്നെ ക്ലാസസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, പിന്നെന്താണ് പോളിമോർഫിസം എടുക്കുന്നില്ല. ഇൻഹെറിറ്റൻസ് കഴിഞ്ഞിട്ട് മോഡ്യൂൾസിലേക്ക് കയറുന്നു, മോഡ്യൂൾസ് കഴിഞ്ഞിട്ട് പ്രോജക്റ്റിലേക്ക് കയറുന്നു. 5th വൺ 5 വീഡിയോയുടെ കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് തീരുന്നതായിരിക്കും. ഞാൻ പറയുന്നില്ല, ഇത് തന്നെ ഇപ്പം ഡെക്കറേറ്റേഴ്സിനകത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട് ഞാൻ 3 ദിവസമായി. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.